ഒരു ഡിഫറൻസ് നോക്കുന്നുണ്ടോ? ലൈക്ക് നമ്മളെപ്പോഴും ക്രിസ്മസിന് വേണ്ടിയിട്ട് എടുക്കാറുള്ള ഷെയ്ഡ്സ് റെഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക്, പക്ഷെ അതിനകത്ത് ആ ഒരു ക്രിസ്മസ് സ്പിരിറ്റും കൂടി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കതിനകത്ത് വൈറ്റിൻ്റെ അകത്ത് നമുക്ക് മൾട്ടി കളർഡ് എംബ്രോയിഡറി എപ്പോഴും നമുക്ക് ആ ഒരു ക്രിസ്മസ് ഫീൽ തരുന്നതാണ്. നല്ല രസമുള്ള ഒരു എംബ്രോയിഡറിയാണ്. എന്താ ഇതാണ് എൻ്റെ ആ ഒരു ലുക്ക്. ഫ്ലോറൽ ബഞ്ചസ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലീവിലെ വർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇതിപ്പോൾ ട്രഡീഷണൽ കൊൽക്കട്ട വർക്കും പിന്നെ ഒരു കാന്തയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടെ കൊടുത്തിട്ട് നല്ല രസമുള്ള ഒരു സ്ലീവ് ലുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും സ്റ്റോക്ക് ഇൻ സ്റ്റോറിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു കോട്ടൺ ലുക്കിൻ്റെ അകത്ത് വീയുടെ പാറ്റേൺ ആണ്, പക്ഷേ അതിനകത്ത് ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സെയിം ലുക്ക് വിത്ത് എംബ്രോയിഡർഡ് ഫ്ലോറൽസ് ഓൺ ദി ലോവർ ഹെം ലൈൻ. അപ്പോൾ നല്ലൊരു ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഫിറ്റിങ്ങിൻ്റെ അകത്ത് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള നല്ലൊരു ഷേപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വൈറ്റ് ലുക്ക്. 1799 റേഞ്ചാണ്. OS 452 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു ഐസ് ബ്ലൂ അങ്ങനത്തെ ഉള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അതിനകത്ത് എനിക്ക് ആ ഒരു ക്രിസ്മസ് ഫീൽ ആക്ച്വലി കിട്ടും. ബിക്കോസ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ആ ഒരു വിൻ്റർ സ്നോഫ്ലേക്ക് അങ്ങനത്തെ ഉള്ള ഒരു കളേഴ്സ് ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ള ഷെയ്ഡ്സാണ്. അതിനകത്ത് സട്ടിലായിട്ടുള്ള കളേഴ്സിൻ്റെ അകത്ത് വന്നിട്ടുള്ള ട്രഡീഷണൽ കൊൽക്കട്ട എംബ്രോയിഡറി പാറ്റേൺ മൾട്ടി കളറിൽ സ്ലീവിൻ്റെ അകത്ത് ആ ഒരു സ്കാലപ്പ് എഡ്ജ് ഫിനിഷിങ് നമ്മളത് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ലുക്ക് വൈസ് അങ്ങനെ തന്നെയാണ്. സ്ലീവ്സിലും ബോട്ടം ഹെമ്മിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ഫ്രണ്ടും വിത്ത് ടൈ അപ്പ് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക്കിൽ തന്നെയാണ് ഇതിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ ആണ് വിത്ത് നമുക്കൊരു ഇതിനകത്ത് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ. വൈറ്റിൻ്റെ അകത്ത് ലൈൻഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വൈറ്റിൻ്റെ അകത്ത് ലൈൻഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയത് അവിടെ ഇരിപ്പുണ്ട്, പെട്ടെന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ സൈസിലൊരു പാറ്റേണിൻ്റെ അകത്ത് ഇത് 1899 റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ലുക്ക്. ആൻഡ് ദ വൈറ്റ് ഇസ് ഗുഡ് ബിക്കോസ് ഒരു സ്ലീവ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ കളർ ഓഫ് ദിസ് നെക്സ്റ്റ് പാറ്റേൺ ഇസ് സോ ഗുഡ്. OS 452 and 453. This is ready to dispatch. ഫുൾ എംബ്രോയിഡേഡ് ആയിട്ടുള്ള ഒരു അപ്പർ പോർഷനാണ് ഇന്നത്തെ ഈ ഒരു സാരി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഇൻ ത്രെഡ് വർക്ക്. ഫാബ്രിക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. ആൻഡ് ഇത് ശരിക്കും റയോണിൻ്റെ ഒക്കെ ഒരു ബ്ലെൻഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയലിൽ നമ്മളൊരു ലിനൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ ലിനൻ്റെ ഒരു സ്റ്റൈലിൽ വീവ് ചെയ്തെടുത്തേക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. സിൽവർ സറി ബോർഡറിലാണ് വരുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോട്ട് എ ഡിഫറെൻറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് എംബ്രോയിഡറി. എല്ലാവരും ഒന്ന് ഇത് കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, താഴെ വന്നിരിക്കേണ്ട എംബ്രോയിഡറി ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ആക്ച്വലി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പോർഷനിൽ നിന്ന് നമ്മൾ ലോവറിലോട്ട് ഇങ്ങനെ ഒരു ഫോളിംഗ് ഗാർഡൻ പോലത്തെ ഉള്ള ഹാങ്ങിങ് ഗാർഡൻ പോലത്തെ ഉള്ള ഒരു ഫീലാണ് അതിൻ്റെ ആ ഒരു എംബ്രോയിഡറി ചെയ്തെടുത്തേക്കുന്നത്. ത്രെഡിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. ബാക്കി ട്രഡീഷണൽ കൊൽക്കട്ട എംബ്രോയിഡറി ആണ് കേട്ടോ. ആ ഒരു സ്റ്റെം സ്റ്റിച്ചസും ലോങ് ഹാർട്ടീസും അങ്ങനെയുള്ള ബുലിയൻ നോട്ട്സിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് 550, 150, 253 RPയുടെ തന്നെ 551, 52, 53. ഞാൻ ഇപ്പോൾ വേറെ ഇതിൽ നിന്ന് 52 ആണ്. ആൻഡ് 1799 റേഞ്ചിലാണ് ഇത്രയും എംബ്രോയിഡറി. അപ്പോൾ ഈ ഒരു പോർഷൻ ഷോൾഡർ തൊട്ട് നമുക്ക് ഇവിടെ ചുറ്റി വരുന്ന ഈ ഒരു പോർഷൻ വരേക്കാണ് നമുക്ക് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 1799 റേഞ്ചേ വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു പ്രൈസ് റേഞ്ചാണ്. ബ്ലൗസിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ. അപ്പോൾ ഇത് ഞാൻ വേറെ ഇതിരിക്കുന്ന വേറൊരു ബ്ലൗസാണ്. യു മസ്റ്റ് ബി ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ് ബ്ലൗസ് ബിക്കോസ് ഐ പെയർ വിത്ത് എ ലോട്ട് ഓഫ് കോമ്പിനേഷൻസ്. ഈ സാരിയുടെ കൂടെ നമ്മൾ വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു സെയിം എംബ്രോയിഡറിയുടെ തന്നെ ഒരു ബഞ്ച് നമുക്ക് സ്ലീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 1799 റേഞ്ചിൽ ലിനൻ ഫിനിഷ് സാരി ആൻഡ് പ്രൈസ്ഡ് ഓൺലി അറ്റ് 1799. എംബ്രോയിഡേർഡ് കുർത്താസിന്റെ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്ത അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കളക്ഷനിൽ വരുന്നതാണ്. ഫുൾ എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെന്റർ ലുക്കാണ് അതിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത. ഇതെല്ലാം ആ ഒരു കളക്ഷൻ്റെ അകത്ത് വന്നിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇത് കോട്ടൻ്റെ അകത്ത് ചെറുതായിട്ടുള്ള ഒരു സ്ലബി ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ഡബിൾ ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഫ്ലോറൽ ഡിസൈൻ വിത്ത് വെർട്ടിക്കൽ പാറ്റേൺ.
നെക്കൊക്കെ റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്ലിറ്റ് ഡീറ്റെയിലിങ് സ്ലീവ്സിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമ്മൾ അതൊരു സിമ്പിൾ ഡിസൈൻ ഡീറ്റെയിൽ അല്ല, ഇറ്റ്സ് ആൻ ഇൻവെൻഷൻ എന്ന് ഞാൻ പറയും. കാരണം ഈസ് നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്യാനുള്ള കംഫർട്ട് വളരെയധികം ആ ഒരു ഫിറ്റിംഗ് എന്ന് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇറ്റ്സ് എ റിയലി ഗുഡ് ഡീറ്റെയിലിംഗ് ഇൻ എനി കുർത്ത സൈഡ്സ്. ആൻഡ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് നമുക്ക് കാണാം. ഇതിനകത്ത് നല്ലൊരു ലൈവ്ലി യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഫുൾ പോട്ട്ലി ഡീറ്റെയിലിങ്ങിലാണ് എൻ്റെ ആ ഒരു ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത്. ഇത്രയും കുർത്താസ് അതിനകത്ത് വരുന്നത് നമുക്കത് കാണാം കേട്ടോ. ഫസ്റ്റ് VS 121 ആണിത്. ഞാൻ വേറെ ഇതിരിക്കുന്ന 123 ആണ് കേട്ടോ. ഇത് 1499 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷോൾഡർ ഡൗൺ ആയിട്ട് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ അകത്തും സ്ലീവ്സിലെ ഈ ഒരു പോർഷനിലാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ വിത്ത് മോഫ് പിങ്ക് എംബ്രോയിഡറി ഈ ഒരു സ്ലീവ്സിനകത്തും വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ലോ പാനൽ അതൊരു ദി അതർ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് പോക്കറ്റ് ഇൻ ദിസ് വൺ. ദിസ് ഓൾസോ ഹാവ് പോക്കറ്റ്. ഒരു മീഡിയം സൈസിൽ വരുന്ന പോക്കറ്റ്സ് ആണ് കേട്ടോ. കീസ്, ലിപ്സ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ദിസ് ഹാവ് എ കോളേർഡ് പാറ്റേൺ, ഹാഫ് കോളർ പാറ്റേണിലാണ് വരുന്നത്. ദെൻ മുന്നേ അതും കോട്ടണിൽ തന്നെയാണ്. അതൊരു കോട്ടൺ സിൽക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ കോട്ടൺ അല്ല. ദിസ് ഇസ് റയോൺ ടോപ്പ് വിച്ച് കംസ് ഇൻ എ റേഞ്ച് ഓഫ് 995. ഫ്ലോറൽ ഡീറ്റെയിലിംഗ് എംബ്രോയിഡറി പോട്ട്ലി ആൻഡ് ഒരു കർവ്ഡ് വീനെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സ്ലൈറ്റ്ലി കർവ്ഡ് ആയിട്ടുള്ള വീനെക്ക് പാറ്റേൺ, പിൻടക്ക് ഡീറ്റെയിലിംഗ് കൂടെ എടുത്തിട്ട് ആ യോക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ആ ലോ പോർഷനിലോട്ടായിട്ട്. കോട്ടൺ ലൈനിങ് വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവ്സിന് ലൈനിങ് വരുന്നില്ല. ഇവിടെയും ഒരു പിൻടക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പൈപ്പിംഗ് ഫിനിഷിങ് ചെയ്തിട്ടാണ് അതിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നത്. that was black, so olive ടോണിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. 899 റേഞ്ചിൽ. ഇതാണ് അതിൻ്റെ ലുക്ക്. സിമ്പിൾ ലുക്കാണ്. ഇതും റയോണിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഒരു എംബ്രോയിഡേർഡ് ഡീറ്റെയിലിംഗ്, അതൊരു എംബ്രോയിഡറി ഉള്ളത് ആക്ച്വലി ടോപ്പ് സ്റ്റിച്ചാണ്. ആൻഡ് റൗണ്ട് നെക്ക്, പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടുള്ള എഡ്ജ് ഫിനിഷിങ്ങാണ് വരുന്നത്. ഫ്ലോറൽ ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു അസിമെട്രിക് ലുക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സെമി സിൽക്ക് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു സെമി സിൽക്കാണ്. സൈഡ് സിൽക്ക് പാറ്റേൺ ആയപ്പോൾ നമ്മൾ കണ്ടതൊക്കെയും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് പോക്കറ്റ്സ് വരുന്നില്ല. നമ്മളിപ്പോൾ കണ്ട ആ ഒരു രണ്ട് സ്റ്റൈലിൻ്റെ അകത്തും പോക്കറ്റ് ഉണ്ടാവില്ല. ആൻഡ് സൈഡ് സ്ലിറ്റ് പാറ്റേൺ ഇവിടെ നമുക്ക് സ്ലീവിൽ വരുന്നില്ല. സിമിലർ ടു ദ പ്രീവിയസ് വൺ. ഇതിനകത്തും ഒരു ടോപ്പ് സ്റ്റിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കഴിഞ്ഞ എംബ്രോയിഡറി ആണെന്നുള്ള ഒരു ലുക്കിലാണ് വരുന്നത്. റൗണ്ട് നെക്ക്, സെയിം ഫിനിഷിംഗ് ആണല്ലോ നെക്കിനും ആ ഒരു സ്ലീവ് എൻഡിങ്ങിനും കൊടുത്തേക്കുന്നത്. എംബ്രോയിഡറി ആയിട്ടുള്ള ഫ്രണ്ട് പാനൽ ലുക്ക്. അനദർ സിമിലർ ലുക്ക്. പക്ഷെ ഇതിൻ്റെ സ്ലീവ്സ് നല്ല രസമാണ് കേട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കളർ, നല്ല ഭംഗിയുള്ള ഒരു കളറാണത്. ആൻഡ് ഇതിൻ്റെ എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഒരു പാനൽ ഇവിടെ വരുന്നുണ്ട് സ്ലീവ്സിൻ്റെ അകത്ത്. സെയിം ഫിനിഷിംഗ് ആണ്, പൈപ്പിംഗ് ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ള നെക്ക് ലൈൻ. അനദർ പ്രിറ്റി ഡീറ്റെയിലിംഗ് ഫ്ലോറലായിട്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 1100 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച്. ഇതെല്ലാം എംബ്രോയിഡേർഡ് ആയിട്ടുള്ള കുർത്താസ് വിച്ച് ഇസ് റെഡി ടു ഡിസ്പാച്ച്. ആൻഡ് ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഫോർ എവറി ഡേ വെയർ.